ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് തുർക്കി എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇസ്താംബുളിലേക്കാണ്. മാഞ്ചസ്റ്ററിൽ നിന്ന് 4.5 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നേരെ കപ്പഡോക്യയിലേക്ക്. വൈകുന്നേരം 6:30 മണിയോടെ ഞങ്ങൾ കപ്പഡോക്യ എയർപോർട്ടിലെത്തി. അപ്പോഴേക്കും ഡ്രൈവർ ഞങ്ങളെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഹോട്ടൽ അറേഞ്ച് ചെയ്ത് തന്ന ഡ്രൈവറായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക്. രാത്രി 7 മണിയോടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഗമിരിസോ കേവ് ഹോട്ടലിലെത്തി. വളരെ മനോഹരമായിരുന്നു കേവ് ഹോട്ടലിലെ രാത്രിയിലുള്ള കാഴ്ചകൾ. ഏകദേശം 2000 വർഷത്തോളം പഴക്കവും അതുപോലെ ഒത്തിരി നിഗൂഢതകളും നിറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു ഗമിരിസോ കേവ് ഹോട്ടൽ. 1000 വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഒരു ബൈസന്റൈൻ ചാപ്പലായിരുന്നു. അതിനുശേഷമാണ് ഇതൊരു ലക്ഷറി ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഹോട്ടലിന്റെ താഴെ ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത അണ്ടർഗ്രൗണ്ട് സിറ്റീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒട്ടും പൗരാണികത്വം ചോർന്നു പോകാതെ നല്ല പ്രൗഢിയോടെ തന്നെയാണ് ഇവര് റൂമുകളും കാര്യങ്ങളും എല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. വളരെ ലക്ഷറി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പുരാതനമായ ഒരു കേവ് ഹോട്ടലിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ചെറുതും വലുതുമായ ഏകദേശം 18 മുറികളാണ് ഈ ഹോട്ടലിലുള്ളത്. അതുകൂടാതെ ഔട്ട്ഡോർ ഡൈനിങ്ങും ഇൻഡോർ ബാറും പൂൾ സൈഡ് ബാറും എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ കോംപ്ലിമെന്ററി ആയി കിട്ടുന്ന ട്രഡീഷണൽ കപ്പഡോഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത്രയും ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ശരിക്കും മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ കപ്പഡോഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കപ്പഡോക്യയിലെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ടയേർഡായിട്ട് റൂമിൽ വന്ന് നമുക്ക് റിലാക്സ് ആകാൻ വേണ്ടി നല്ല തണുത്ത വെള്ളമുള്ള അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ പുരാതനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഒരു നല്ലൊരു റിലാക്സിങ് ആൻഡ് റീഫ്രഷിങ് അനുഭവമാണ്. അപ്പോൾ കപ്പഡോക്യയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.